ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവേ, അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് പകരമായി ഞാൻ അവിടുത്തേക്ക് എന്ത് തരും? രക്ഷയുടെ കാസ കയ്യിലെടുത്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഞാൻ എൻ്റെ കർത്താവിൻ്റെ നാമം വിളിക്കും. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹമുള്ളവരെ, പുറപ്പാടിൻ്റെ പുസ്തകം 33-ാം അധ്യായം 15, 16, 17 തിരുവചനങ്ങളാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുക. മോശയുടെ പ്രാർത്ഥന. സത്യവേദ പുസ്തകത്തിലെ മോശ എപ്രകാരം ഇത്രമേൽ വലിയവനായെന്ന് ചിന്തിച്ചപ്പോൾ അച്ഛൻ്റെ മനസ്സിന് വെളിപ്പെട്ട ഒരു തിരുവചനമാണിത്. നമുക്കറിയാം, പഴയ നിയമത്തിലെ മോശ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു നേതാവായിരുന്നു. പണ്ടുകാലത്ത് മാനേജ്മെൻറ്റ് പഠനങ്ങൾക്കായി പോകുന്നവർ പറഞ്ഞ് അച്ഛൻ കേട്ടിട്ടുണ്ട്. മാനേജ്മെൻറ്റ് പഠന ക്ലാസുകൾ ആരംഭിക്കുമ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ പഴയ നിയമത്തിലെ മോശയെക്കുറിച്ച് പ്രതിപാദിക്കുമത്രേ. ഇഫ് യു വാണ്ട് ടു സ്റ്റഡി മാനേജ്മെൻറ്റ്, ലുക്ക് അറ്റ് ദ മോസസ് ഓഫ് ദി ഓൾഡ് ടെസ്റ്റമെൻറ്റ്. പഴയ നിയമത്തിലെ മോശ ലോകം കണ്ട ഏറ്റവും വലിയ മാനേജരാണ്. വലിയ ഒരു ജനതയെ 40 വർഷത്തോളം മരുഭൂമിയിലൂടെ അയാൾ കൊണ്ടു നടന്നു. വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും ആ മനുഷ്യനിലൂടെ ദൈവം പ്രവർത്തിച്ചു. ലോകത്തെ മാറ്റിമറിക്കുന്ന കാര്യത്തിൽ, ലോകത്തിൻ്റെ ഗതിവിഗതികളെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അദ്വിതീയരായ മനുഷ്യരുടെ കൂട്ടത്തിൽ പഴയ നിയമത്തിലെ മോശയുണ്ട്. പക്ഷെ നമുക്കറിയാം, മോശയുടെ ജീവിതം അതിൻ്റെ പ്രാരംഭ ദശയിൽ വളരെ മോശപ്പെട്ട, അല്ലെങ്കിൽ വളരെ താഴേക്കിടയിലുള്ള ഒരു ജീവിതമായിരുന്നു. വളരെ അത്ഭുതകരമാണ് ആ മനുഷ്യൻ്റെ ജീവിത ചരിത്രം. നല്ലൊരു പെങ്ങള് തൻ്റെ പ്രിയപ്പെട്ട അനുജനെ പുഴയിൽ ഒളിപ്പിച്ച്, ഫറവോയുടെ പുത്രി അവനെ എടുത്ത് വളർത്തി, മുല കൊടുക്കാൻ പ്രിയപ്പെട്ട അമ്മയെ തന്നെ ദൈവം അവന് ഒരുക്കിക്കൊടുത്തു. നല്ലൊരു പ്രായം വരെ സ്വന്തം പിതാവ് ആരെന്ന് പോലും അറിയാതെ വളർന്നവനാണ് മോശ. ആന്തരികമായ ഒത്തിരി മുറിവുകളുള്ള ഒരു ചെറുപ്പക്കാരൻ, ക്ഷിപ്രകോപി, വിക്കൻ, കൊലപാതകി. യു നോ ദാറ്റ്. വളരെയേറെ പോരായ്മകളുള്ള ഒരു ജീവിതമാണ് മോശയ്ക്ക് ഉണ്ടായിരുന്നത്. ഒത്തിരി ബലഹീനതകളും കുറവുകളും. നമ്മുടെയൊക്കെ ജീവിതവുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ മോശ അത്ര പ്രഗത്ഭനൊന്നുമല്ല ഒരിക്കലും. പക്ഷേ ഇത്രമാത്രം കുറവുകളും പോരായ്മകളുമുള്ള ഈ മനുഷ്യനെക്കുറിച്ച് സത്യവേദ പുസ്തകത്തിൽ നമ്മൾ വായിക്കും, നമ്മൾ വിസ്മയിക്കും. സത്യമായിട്ടും അച്ഛൻ്റെ ജീവിതത്തിൽ ഏറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അയാൾ. ഒത്തിരി പോരായ്മകളും കുറവുകളുമുള്ള മനുഷ്യൻ, അപ്പനാരെന്ന് അറിയാതെ വളർന്നു വന്നവൻ, ക്ഷിപ്രകോപിയായിരുന്ന മനുഷ്യൻ, ആരെയും തല്ലുന്നവൻ, തല്ലു മാത്രമല്ല തഞ്ചം കിട്ടിയ കൊന്നുകളയാൻ പോലും മടിയില്ലാത്തവൻ, കൊന്നുകഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ചുമ്മാ മണൽ കുഴിച്ച് അതിൽ ശവം മറവ് ചെയ്യാൻ മടി കാട്ടാത്തവൻ, വിക്കനായ മോശ, 100 കുറവുകളുള്ളവൻ. മോശയുടെ ജീവിതത്തിൽ നമ്മൾ വായിക്കുന്ന ചില വിസ്മയങ്ങളുണ്ട്. ഇത്രമാത്രം പോരായ്മകളുള്ള ഈ മനുഷ്യൻ ആകാശങ്ങളോട് അലറുമ്പോൾ മന്ന പെയ്യും. ഇത്രമാത്രം കുറവുകളുള്ള ഈ മനുഷ്യൻ ദിക്കുകളോട് കൽപ്പിക്കുമ്പോൾ കാടപ്പക്ഷികൾ വരും. ഇത്രമാത്രം കുറവുകളുള്ള ഈ മനുഷ്യൻ പാറപ്പുറത്തടിക്കുമ്പോൾ വെള്ളം പുറപ്പെടും. ഇത്രമാത്രം കുറവുകളുള്ള ഈ മനുഷ്യൻ പ്രാർത്ഥിക്കാൻ സമാഗമ കൂടാരത്തിലേക്ക് കയറുമ്പോൾ ദൈവസാന്നിധ്യം മേഘരൂപത്തിലിറങ്ങി വന്ന് സമാഗമ കൂടാരത്തെ പൊതിയും. സ്നേഹിതനോടെന്ന പോലെയാണത്രേ മോശ നല്ല ദൈവത്തോട് സംവദിച്ചത്. അയാൾ പ്രാർത്ഥിച്ച് പുറത്തിറങ്ങുമ്പോൾ ദൈവസാന്നിധ്യം ആകാശത്തേക്ക് തിരികെ മടങ്ങും. പുറപ്പാട് 32 നമ്മൾ വായിക്കും, ഇതെല്ലാം കണ്ടും കേട്ടും നൂനിൻ്റെ മോൻ ജോഷുവ
സമാഗമ കൂടാരത്തിൻ്റെ പുറത്ത് നിലയുറപ്പിക്കുക പതിവായിരുന്നു. അച്ഛൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, രാത്രി അഗ്നിസ്തംഭമായി പകൽ മേഘത്തൂണായി മോശയുടെ മുമ്പിലും മുകളിലും നടക്കാൻ മാത്രം എങ്ങനെ ഈ മനുഷ്യൻ ദൈവത്തിന് അത്രമേൽ പ്രിയപ്പെട്ടവനായി? ഇടർച്ചകളുടെ ഒരു ജീവിതമാണ് മോശയുടേത്. അച്ഛൻ പറഞ്ഞല്ലോ, അപ്പനാരെന്നറിയാതെ വളർന്നവൻ. ഒരു പ്രായം വരെ അയാൾ ഫറവോയുടെ വീട്ടിൽ ദൈവത്തിൻ്റെ വലിയ പദ്ധതിയുടെ ഭാഗമായി മാത്രം ജീവിച്ച് എല്ലാ സുഖസൗകര്യങ്ങളും അനുഭവിച്ച് വളർന്നു. ദൈവകൃപ ഒന്നുകൊണ്ട് മാത്രം സ്വന്തം അമ്മയുടെ അമ്മിഞ്ഞ കുടിക്കാൻ അയാൾക്ക് ഭാഗ്യമുണ്ടായി. നല്ലൊരു പെങ്ങളുണ്ടായിരുന്നത് കൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അയാൾ വിക്കനായിരുന്നു, കൊലപാതകിയായിരുന്നു, വെള്ളത്തിൽ ഒഴുകി നടക്കുന്നവനായിരുന്നു. ശ്രദ്ധിക്കുക, ഈ മനുഷ്യനെ ദൈവം വളരെയേറെ വളർത്തി. എങ്ങനെ? ആ ചോദ്യത്തിന് എൻ്റെ മനസ്സിന് തമ്പുരാൻ തന്ന മറുപടിയാണ് ഈ വചനം. പുറപ്പാടിൻ്റെ പുസ്തകം 33:15. മോശ എന്നും കർത്താവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, നീ എൻ്റെ കൂടെ വരണം, നീ എൻ്റെ കൂടെ വരണം. തൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളിലും പോരായ്മകളിലും എല്ലാ നിസ്സഹായതയിലും മോശയുടെ പ്രാർത്ഥന അതായിരുന്നു പ്രിയപ്പെട്ടവരെ, കർത്താവ് കൂടെയുണ്ട് എന്ന് ഉറപ്പാക്കിക്കൊണ്ടുള്ള ഒരു ജീവിതം. നമ്മുടെ ജീവിതത്തിലും ബലഹീനതകളും പോരായ്മകളും ഉണ്ട്, കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. പക്ഷെ നമുക്ക് ഈ ഒരു ആത്മബലം, ഈ ഒരു ഉൾബോധ്യം എത്രമാത്രം ഉണ്ട് എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കുമെന്നാണ് അച്ഛന് തോന്നുന്നത്. ബലഹീനതകളിലും പോരായ്മകളിലും എൻ്റെ ദൈവം എനിക്ക് എന്തുമാത്രം സമീപസ്ഥനാണ്. എൻ്റെ ജീവിതത്തിൻ്റെ ഇടർച്ചയുടെ വഴികളിലും എൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് തിരിച്ചറിയാൻ എനിക്ക് എന്തുമാത്രം സാധിക്കുന്നുണ്ട്. മോശ കർത്താവിനോട് പ്രാർത്ഥിച്ചു, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോടുകൂടെ പോരുന്നില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പുറപ്പെടുവിക്കരുത്. നീ എൻ്റെ കൂടെ വരാതെ ദൈവമേ ഒരടി ഞാൻ വയ്ക്കില്ല. എക്കാലത്തെയും മോശയുടെ പ്രാർത്ഥനയാണത്. ദൈവം കൂടെ വരാതെ മോശ എങ്ങും പോവില്ല. മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത ഉത്തരങ്ങളാണ് അവൻ്റെ ജീവിതകാലത്ത് ചെയ്തു കൂട്ടിയ സകല അത്ഭുത കൃത്യങ്ങളുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. മോശയുടെ ഈ പ്രാർത്ഥനയ്ക്ക് കൂടെ വരാതെ മോശ പോകില്ലെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ എല്ലായ്പ്പോഴും അയാളുടെ കൂടെ നടന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. മോശ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് അങ്ങനെയാണ്, അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്ന് പറഞ്ഞയക്കരുത്. അങ്ങ് ഞങ്ങളോട് കൂടെ വരികയില്ലെങ്കിൽ അങ്ങ് എന്നിലും അങ്ങയുടെ ജനത്തിലും സംപ്രീതനാണെന്ന് എങ്ങനെ ലോകം അറിയും? അങ്ങ് ഞങ്ങളോട് കൂടെ വരികയാണെങ്കിൽ ഞാനും നിൻ്റെ ജനതയും ഈ ലോകത്തുള്ള സകല ജനതകളിലും നിന്ന് വ്യത്യസ്തരായിരിക്കും. മനോഹരമായ പ്രാർത്ഥനയാണത്. കർത്താവേ, നീ എൻ്റെ കൂടെ വരണമേ, നീ എൻ്റെ കൂടെ വരണമേ. നീയില്ലാതെ എങ്ങനെ ഞാൻ മരുഭൂമി കടക്കും? നീയില്ലാതെ എങ്ങനെ ഞാൻ ചെങ്കടൽ മുറിക്കും? നീയില്ലാതെ എങ്ങനെ ഞാൻ കാനാൻ നാട്ടിലെത്തും? ആശാരിപ്പറമ്പിൽ അച്ഛൻ്റെ മനോഹരമായ വരികൾ. നാഥാ, നീ എൻ്റെ കൂടെ വരണമേ. നീയില്ലാതെ എങ്ങനെ ഞാൻ ചെങ്കടൽ മുറിക്കും? നീയില്ലാതെ എങ്ങനെ ഞാൻ മരുഭൂമി കടക്കും? നീയില്ലാതെ എങ്ങനെ ഞാൻ കാനാൻ നാട്ടിലെത്തും? നാഥാ, നീ എൻ്റെ കൂടെ വരണമേ. എൻ്റെ വാത്സല്യമുള്ളവരെ, ഓരോ പ്രഭാതത്തിലും പ്രദോഷത്തിലും ജീവിതത്തിൻ്റെ എല്ലാ ഇടവേളകളിലും നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു പ്രാർത്ഥനയാണത്. നമ്മുടെ കർത്താവ് നമ്മളെ അതാണ് പഠിപ്പിക്കുന്നത്. അവൻ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് പകർന്നു കൊടുക്കുന്ന ബോധ്യവും അത് തന്നെയാണ്. ഈശോ പത്രോസിനോട് പറഞ്ഞില്ലേ, ശമയോൻ, സാത്താൻ നിന്നെ പതിരുപോലെ പാറ്റാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ട്. സാത്താൻ നിന്നെ പതിരുപോലെ പാറ്റാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ട്. പക്ഷേ എൻ്റെ ശമയോനെ, നിൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച്. കാണുക എത്രമാത്രം ദൈവം കർത്താവ് ശമയോനോട് ചേർന്നുണ്ട്.
എൻ്റെ ശരീരത്തിലുള്ള മുള്ള് മാറ്റിത്തരണമേ എന്ന് മുട്ടിന്മേൽ വീണ് 3 വട്ടം ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിച്ച്. പൗലോസ് ഗംഭീരമായിട്ട് എഴുതി വയ്ക്കണം. 3 വട്ടം മുട്ടിന്മേൽ വീണ് എൻ്റെ കർത്താവിനോട് ഞാൻ നിലവിളിച്ച്, ഈ മുള്ള് നീ മാറ്റിത്താ. കർത്താവ് പറഞ്ഞ്, നിനക്ക് എൻ്റെ കൃപ മതി, നിനക്ക് എൻ്റെ കൃപ മതി, നിൻ്റെ കൂടെ ഞാൻ ഉണ്ടായാൽ മതി പൗലോസേ. ഏത് മുള്ളും ഏത് പ്രശ്നവും അവിടെ ഇരുന്നു കൊള്ളട്ടെ, നിനക്ക് എൻ്റെ കൃപ മതി. മുള്ള് ഒരു പ്രശ്നമേ അല്ല കർത്താവിൻ്റെ നിറസാന്നിധ്യം കൂട്ടുണ്ടെങ്കിൽ. എൻ്റെ വാത്സല്യമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും ഈ പ്രാർത്ഥന നമുക്ക് ഊന്നുവടിയാവണം. മോശ പ്രാർത്ഥിച്ചതുപോലെ നിരന്തരം നമ്മൾ പ്രാർത്ഥിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ബലഹീനതകളിലും എൻ്റെ ജീവിതത്തിൻ്റെ പോരായ്മകളിലും എൻ്റെ കുറ്റങ്ങളിലും എൻ്റെ കുറവുകളിലും ഒക്കെ ദൈവമേ നീ എൻ്റെ കൂടെ വേണം. കുറ്റങ്ങളിലും കുറവുകളിലും മാത്രമല്ല പ്രിയപ്പെട്ടവരെ, കാനായിലെ കല്യാണ വീട്ടിലെന്ന പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിൻ്റെ സമൃദ്ധികളിലും കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്ന ഒരു ഉറപ്പിൽ വേണം നമ്മൾ ജീവിക്കാൻ. നമ്മുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിക്കണേ എന്ന് കർത്താവിനോട് പറയണം. തിരുഹൃദയത്തോടുള്ള പ്രതിഷ്ഠാ ജപത്തിൽ അങ്ങനെ ഒരു വചനമുണ്ടല്ലോ, കർത്താവെ ഞങ്ങളുടെ ഉദ്യമങ്ങളെ നീ ആശീർവദിക്കണമേ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ നീ ആശ്വാസം തരണേ, ഞങ്ങളുടെ സന്തോഷങ്ങളെ നീ വിശുദ്ധീകരിക്കണേ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കൂടെ കൂടുന്ന കർത്താവിലുള്ള വലിയ ആശ്രയബോധത്തിൻ്റെ ഒരേറ്റുപറച്ചിലാണ് ആ പ്രാർത്ഥന. നിൻ്റെ ദൈവം എന്തുമാത്രം നിൻ്റെ കൂടെയുണ്ട്. മോശയുടെ പ്രാർത്ഥനയ്ക്ക് ദൈവം കൊടുത്ത മറുപടിയാണ് 17-ാമത്തെ വചനം, പുറപ്പാട് 33:17. മനോഹരമാണല്ലോ പ്രിയപ്പെട്ടവരെ ആ വചനം. കർത്താവ് മോശയോട് പറഞ്ഞു, മോശേ, നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. ദിസ് ഓൾസോ ഐ വിൽ ഡു ഫോർ യു. ഇതും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. പറഞ്ഞതിൻ്റെ അർത്ഥം വളരെ വ്യക്തമാണ്. മോശേ, നിനക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്, നിനക്ക് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട് മോശേ. നീ എങ്ങനെ ജീവിക്കേണ്ടവനായിരുന്നു, നിൻ്റെ ജന്മം എങ്ങനെ നഷ്ടപ്പെടേണ്ടതായിരുന്നു. ഫറവോയുടെ കൽപ്പന പ്രകാരം കഴുത്ത് ഞെരിച്ച് കൊല്ലപ്പെടേണ്ടവനായിരുന്നു നീ. സൂതികർമ്മിണികളുടെ മഹാമനസ്കത കൊണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഞാൻ കൊടുത്ത പ്രചോദനം കൊണ്ട് നിനക്ക് ജീവിതം കിട്ടി. നിൻ്റെ മിടുക്കിയായ പെങ്ങൾ നിന്നെ ഒളിപ്പിച്ച്, നിൻ്റെ നല്ലവളായ അമ്മ നിന്നെ മുലയൂട്ടി. ഫറവോയുടെ കാരുണ്യത്തിൽ നീ മിടുക്കനായി വളർന്നു. ഒരു ഇസ്രായേൽക്കാരനും സങ്കല്പിക്കാൻ പോലും ആവാത്ത വണ്ണം നീ ശരീരത്തിലും മനസ്സിലും ബുദ്ധിശക്തിയിലും നിപുണനായിട്ട് മാറി. എൻ്റെ മോശെ, നിൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെന്ത് കാര്യങ്ങൾ ചെയ്തു. ആൻഡ് യു ഡോണ്ട് വറി, ദിസ് ഓൾസോ ഐ വിൽ ഡു ഫോർ യു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതമാണ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ കൊണ്ടുവന്ന വഴി നടത്തിയ വിധങ്ങൾ ഓർത്തേച്ചാൽ മാത്രം മതി. കർത്താവ് നമ്മളെ കൊണ്ടു നടന്ന വഴികളെ ധ്യാനിച്ചാൽ മതി. ഈ വചനത്തിൻ്റെ അർത്ഥം നമുക്കും വളരെ പെട്ടെന്ന് മനസ്സിലാവും. നീ ആരായിരുന്നു, നീ ആരാകേണ്ടവനായിരുന്നു, പക്ഷെ നിൻ്റെ ജീവിതത്തെ എന്തുമാത്രം അവൻ വലുതാക്കി, അവൻ ഉയർത്തിവെച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ നെഞ്ച് വിരിച്ച് പിടിച്ച് നിൽക്കാൻ പരുവത്തിൽ നിൻ്റെ ജീവിതത്തെ അവൻ മഹത്വപ്പെടുത്തി. കർത്താവ് മോശയോട് പറയുക, ദിസ് ഓൾസോ ഐ വിൽ ഡു ഫോർ യു. ഞാൻ നിനക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് മോശേ, പക്ഷെ നീ വിഷമിക്കേണ്ട, ഇതും ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. അർത്ഥം മറ്റൊന്നുമല്ല, ഞാൻ നിൻ്റെ കൂടെ വരും, ഞാൻ നിൻ്റെ കൂടെ വരും. അടുത്ത വാചകം, എന്തെന്നാൽ നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു, നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞ മോശേ, എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്, ഐ ലവ് യു. മറ്റുള്ളവർ നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെയല്ല, മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കുന്ന പോലെയല്ല. ഐ ലവ് യു മോശേ, നിന്നെ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമാണ്. എന്നിട്ട് കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെ നന്നായിട്ട് അറിയാം, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. 3 വാചകമാണ് തമ്പുരാൻ മോശയോട് പറഞ്ഞത്. ഞാൻ നിൻ്റെ കൂടെ വരും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. ഈ വാചകങ്ങളൊന്ന് തിരിച്ചിടണം. എൻ്റെ ഓർഡർ ഒന്ന് മാറ്റി വായിച്ചാൽ സംഗതി കുറേ കൂടി മനോഹരമാണ്. മോശേ, എനിക്ക് നിന്നെ നന്നായിട്ടറിയാം. നിന്നെ നന്നായി അറിയുമ്പോഴും എനിക്ക് നിന്നെ വല്ലാണ്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ നിൻ്റെ കൂടെ വരും.
എൻ്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഇതിനും മനോഹരമായ ബലമുള്ള മറ്റൊരു ഊന്നുവടിയില്ലെന്ന് നമ്മൾ മനസ്സിലാക്കും. ഇതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ബലം. അറിഞ്ഞ് സ്നേഹിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവം. നീ ആരും ആയിക്കൊള്ളട്ടെ, നിൻ്റെ ജീവിതം ഏത് വിധത്തിലുമായിക്കൊള്ളട്ടെ, മറ്റുള്ളവർ നിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ മനസ്സിലാക്കട്ടെ, മറ്റുള്ളവർ നിൻ്റെ മേൽ എന്ത് വിധികളും പ്രസ്താവിക്കട്ടെ, മറ്റുള്ളവർ നിന്നെ എങ്ങനെ വേണമെങ്കിലും വിലയിരുത്തട്ടെ, നിന്നെ അറിയുന്ന, നിന്നെ പൂർണ്ണമായും അറിയുമ്പോഴും നിന്നെ സ്നേഹിക്കുന്ന, സ്നേഹിച്ച് നിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. മോശയുടെ ജീവിതത്തെ ബലപ്പെടുത്തിയത് ഈ ഒരു സത്യമാണെന്നാണ് അച്ഛൻ്റെ വിശ്വാസം. ഓരോ ജീവിതത്തിൻ്റെ ഇടർച്ചകളിലും തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് ദൈവം കോപിക്കുമ്പോൾ, തൻ്റെ പ്രിയപ്പെട്ട ജനം ദൈവത്തോട് കലഹിക്കുമ്പോൾ, ഈ ആകാശവും ഭൂമിയും ഇല്ലാത്ത ജനതയെ, എട്ടും പൊട്ടും തിരിയാത്ത ജനസമൂഹത്തെ ഇത്രമേൽ മനോഹരമായിട്ട് വഴി നടത്താൻ മോശയെ പ്രാപ്തനാക്കിയത് ഈ ഒരു ഉൾബോധ്യമാണെന്ന് അച്ഛൻ വിശ്വസിക്കുകയാണ്. അറിഞ്ഞ് സ്നേഹിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ കുടുംബജീവിതത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്, പല തരത്തിലുള്ള അസ്വസ്ഥതകളുണ്ട്. ചില മക്കളെ പരിപാലിക്കുക എളുപ്പമല്ല, ചില ജീവിത പങ്കാളികളെ കൊണ്ട് നടക്കുക എളുപ്പമല്ല, ചില ബന്ധുമിത്രാദികളെ സന്തോഷിപ്പിക്കുക എളുപ്പമല്ല, ചില സൗഹൃദങ്ങളെ സൂക്ഷിക്കുക എളുപ്പമല്ല. ജീവിതത്തിൽ നമുക്കുമുണ്ട് ഈ നേതൃത്വത്തിൻ്റെ മേഖലയിൽ അസ്വസ്ഥതകൾ, കൊണ്ട് നടക്കുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുകൾ. ജീവിതം മുഴുവനും അതാണല്ലോ. നമ്മുടെ കൂടെ നമ്മൾ പലരെയും കൊണ്ട് നടക്കുന്നുണ്ട്. ഞാനൊരു വൈദികൻ, എൻ്റെ പുറകിൽ ഒരു ഇടവക സമൂഹമുണ്ട്. കുടുംബജീവിതം നയിക്കുന്നവർക്ക് ആ കുടുംബത്തിലുള്ള അംഗങ്ങൾ അവരുടെ സംരക്ഷണത്തിനും നേതൃത്വത്തിനുമായി നൽകപ്പെട്ടിട്ടുണ്ട്. ഒരു ഉദ്യോഗസ്ഥ മേഖലയിൽ, ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന, ജോലി ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചുറ്റുപാടുകൾ, അയാളുടെ നേതൃത്വം കൊടുക്കുന്ന മേഖലകൾ പലതാണ്. എല്ലായിടത്തും ഉണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും. എന്താണ് നമ്മുടെ ബലം? എന്താണ് നമ്മുടെ ഊന്നുവടി? അത് മറ്റൊന്നുമല്ല, അറിഞ്ഞ് സ്നേഹിച്ച് കൂടെ നടക്കുന്ന ഒരു ദൈവം എനിക്കുണ്ട് എന്ന തിരിച്ചറിവാണ്. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും മുട്ടുണ്ടാവില്ല. മനോഹരമല്ലേ 23-ാം സങ്കീർത്തനം? ദാവീദ് പറയണു, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എന്നെ മേയ്ക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നടത്തുന്നു. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവൻ എനിക്ക് വിരുന്നൊരുക്കുന്നു, എൻ്റെ ശിരസ് തൈലം കൊണ്ട് അവൻ അഭിഷേകം ചെയ്യുന്നു. ജീവിതകാലം മുഴുവനും അവൻ്റെ നന്മയും കരുണയും എന്നെ അനുഗമിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ സങ്കീർത്തനത്തിൽ അച്ഛൻ ബോധപൂർവം വിട്ടുകളഞ്ഞ ഒരു വചനമുണ്ട്. ആ വചനമാണ് ആ സങ്കീർത്തനത്തിൻ്റെ മർമ്മം എന്ന് അച്ഛൻ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അത് വിട്ടത്. ആ വചനം ഇങ്ങനെയാണ്, നമുക്കെല്ലാവർക്കും അറിയാം, മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടില്ല. ബാക്കിയുള്ള എല്ലാ വചനങ്ങളും വളരെ പോസിറ്റീവാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ മേയ്ക്കുന്നു, പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവൻ എന്നെ നടത്തുന്നു, ശത്രുക്കളുടെ മുമ്പിൽ വിരുന്ന്, ശിരസിൽ തൈലം കൊണ്ട് അഭിഷേകം, ഊന്നുവടിയും ദണ്ടിൻ്റെയും ഉറപ്പ്. എല്ലാം വളരെ പോസിറ്റീവാണ് വചനങ്ങൾ. പക്ഷെ അതിനകത്ത് ഭീകരമായ, ഭയപ്പെടുത്തുന്ന ഒരു വചനമുണ്ട്. മരണത്തിൻ്റെ താഴ്വരയിലൂടെ നടന്നാലും ഞാൻ ഭയപ്പെടില്ല. മരണത്തിൻ്റെ താഴ്വര, ദ വാലി ഓഫ് ഡെത്ത്, മരണത്തിൻ്റെ താഴ്വര, അതിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെങ്കിലും ഐ ജസ്റ്റ് ഡോണ്ട് മൈൻഡ്. കാരണം കർത്താവാണ് എൻ്റെ ഇടയൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ എന്തുമാവട്ടെ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ എന്തുമാവട്ടെ, നമ്മുടെ ചുറ്റുപാടുകൾ നമുക്ക് സമ്മാനിക്കുന്ന സമ്മർദ്ദങ്ങൾ എന്തുമാവട്ടെ, നമ്മെ അറിയുന്നു എന്ന് കരുതുന്നവരൊക്കെ നമ്മളെ ഇട്ടേച്ചു പോട്ടെ, ഓർക്കണം, നിന്നെ അറിഞ്ഞ് സ്നേഹിച്ച് നിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവം നിനക്കുണ്ട്. ഈ ഒരു വലിയ ബോധ്യത്തിൽ നമ്മുടെ അനുദിന ജീവിതത്തെ ബലപ്പെടുത്താനും ക്രമപ്പെടുത്താനും നമുക്ക് സാധിക്കട്ടെ എന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥന. മോശയുടെ ജീവിതം അങ്ങനെയാണ് ബലപ്പെട്ടത്. മോശ പകർന്നു കൊടുത്ത ഈ ഉറച്ച ബോധ്യമാണ് ഇന്നും ഇസ്രായേലിൻ്റെ ജീവിത ബലം. ഇന്നും ഇസ്രായേലിൻ്റെ ജീവിത ബലം മോശ പകർന്നു കൊടുത്ത ഈ ബോധ്യമാണ്. ജോഷുവയോട്
മോശ പറയും, ധൈര്യമായിട്ടിരിക്കുക, ഭയപ്പെടുകയോ അസ്വസ്ഥനാവുകയോ വേണ്ട. ചെങ്കടൽ മുറിച്ച കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോവണത്. അവൻ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. തൻ്റെ ജനത്തിന് വാഗ്ദാനം ചെയ്യപ്പെട്ടിടം കരഗതമാകുവോളം അവൻ ഒരിക്കലും തൻ്റെ ജനത്തെ ഉപേക്ഷിക്കില്ല. നിയമാവർത്തന പുസ്തകം 31-ാമത്തെ അധ്യായത്തിൽ ജോഷുവാക്ക് മോശ കൊടുക്കുന്ന ഗംഭീരമായ ഉപദേശങ്ങളുടെ സമാപനം അങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ. ദൈവം കൂടെയുണ്ടെന്ന് മോശ ജോഷുവയോടും പറഞ്ഞ് നമ്മുടെ ജീവിതത്തെ ബലപ്പെടുത്താം, നമ്മുടെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്താം. ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ കൂടെയുള്ളവർക്ക് നമുക്ക് പകർന്നു കൊടുക്കാം. തീർച്ചയായിട്ടും കർത്താവിൻ്റെ കരം, കരുത്തുള്ള കരം നമ്മളോടൊപ്പം ഉണ്ടാവും. ഒരു നിമിഷം കണ്ണുകളടച്ച് എളിമയോടെ പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ നല്ല ദൈവമേ, എൻ്റെ നല്ല ഇടയനായ കർത്താവേ, നിൻ്റെ നിറസാന്നിധ്യത്തിൽ ജീവിക്കാൻ നീ എന്നെ പഠിപ്പിക്കണേ. എൻ്റെ മനസ്സ് ചഞ്ചലപ്പെടുമ്പോൾ, എൻ്റെ ചുറ്റുപാടുകൾ എൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുമ്പോൾ, മുന്നോട്ടുള്ള വഴി കാണാതെ എൻ്റെ പാദങ്ങൾ പതറുമ്പോൾ, വലിയ ബോധ്യത്താൽ എൻ്റെ ഹൃദയത്തെ നീ നിറയ്ക്കുക. അറിഞ്ഞ് സ്നേഹിച്ച് എൻ്റെ കൂടെ നടക്കുന്ന നീയാണ് എൻ്റെ ദൈവം. അറിഞ്ഞ് സ്നേഹിച്ച് എല്ലായ്പ്പോഴും എൻ്റെ കൂടെയുള്ള നീയാണ് എൻ്റെ കർത്താവ്. നീ എൻ്റെ കൂടെയുള്ളിടത്തോളം ഞാൻ ഭയപ്പെടില്ല. കാറ്റുപിടിച്ച കല്ലുപോലെ ഞാൻ നിൽക്കും. ഒരു അനർത്ഥങ്ങളും എന്നെ ബാധിക്കില്ല. എൻ്റെ മനസ്സിനെ തളർത്താൻ ഈ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും ആവില്ല. കർത്താവെ, ഈ വലിയ ബോധ്യത്താൽ നീ എന്നെ നിറയ്ക്കണേ. ഞാനിന്ന് അനുഭവിക്കുന്ന, ഞാനിന്ന് കടന്നു പോകുന്ന വേദനകളിൽ നീ എൻ്റെ ചാരത്തുണ്ട് എന്ന തിരിച്ചറിവ് എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കട്ടെ. നിൻ്റെ കൈക്ക് പിടിച്ച് നടക്കാൻ പാപിയും ബലഹീനനുമായ എന്നെ നീ പ്രാപ്തനാക്കണേ. അവർണ്ണനീയമായ ദാനത്തെക്കുറിച്ച് കർത്താവെ, അങ്ങേക്ക് മഹത്വം. ആമേൻ.